വളരെ സമ്മിശ്രമായ വ്യാപാര ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച വിപണിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വാരാന്ത്യം നഷ്ടത്തിൽ അവസാനിക്കുകയും ചെയ്തു. മിക്ക ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലായിരുന്നു എന്നതാണ് വിപണിയെ നഷ്ടത്തിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. ഈ ആഴ്ച എല്ലാ ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ വിൽപ്പനയിലായിരുന്നു. ഈ ഒരു മാസം നോക്കുകയാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും വിൽപ്പനയിലായിരുന്നു. ഏതാണ്ട് 70,000 കോടി രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഈ ഒരു മാസം തന്നെ വിപണിയിൽ നടത്തി. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് വിപണിയിൽ ഇപ്പോൾ കാണുന്ന ഒരു വീഴ്ചയ്ക്ക് അടിസ്ഥാനം. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. US വിപണികളിലും യൂറോപ്യൻ വിപണികളിലെല്ലാം മികച്ച രീതിയിൽ വ്യാപാരം പുരോഗമിക്കുന്നു. പല ഏഷ്യൻ വിപണികളിലും നേട്ടം പുരോഗമിക്കുമ്പോഴും നമ്മുടെ വിപണിയിൽ ഇപ്പോഴത്തെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ച വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിൽപ്പന തന്നെയാണ്. ആഭ്യന്തര ഘടകങ്ങളും അനുകൂലം തന്നെയാണ്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ വേണ്ട രീതിയിൽ മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു. ബാങ്കിങ് മേഖലയിലായാലും IT മേഖലയിലായാലും കൺസ്യൂമർ മേഖലയിലായാലും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന റിലയൻസിൻ്റെ പ്രവർത്തന ഫലമായാലും എല്ലാം മികച്ച പ്രവർത്തന ഫലങ്ങളായിരുന്നു. മികച്ചതല്ലെങ്കിൽ കൂടി മോശമായിരുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം വിപണിയിൽ എപ്പോഴും അങ്ങനെയാണ്, മോശമല്ലാത്ത വാർത്തകൾ എപ്പോഴും നല്ല വാർത്തകളാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്രവർത്തന ഫലങ്ങൾക്ക് അനുകൂലമായ ഒരു മാറ്റം വിപണിയിൽ ഉണ്ടാക്കാൻ കഴിയേണ്ടതാണ്. പക്ഷെ അതുണ്ടായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന തന്നെയാണ്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ അത് വിപണി കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കാം. നിലവിലെ സാഹചര്യത്തിൽ സാങ്കേതികമായി മുൻനിര സൂചികയായ നിഫ്റ്റിക്ക് 23,000 എന്നുള്ള നിലവാരമാണ് അടിസ്ഥാന നിലവാരം. അത് ഉപയോഗിച്ച് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കാനാണ് സാധ്യത. അത് മുകളിലേക്ക് വിപണി തുടർച്ചയായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ 23,300 അതിനുശേഷം 23,500 നിഫ്റ്റി ഭേദിച്ച് വ്യാപാരം തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെ നിലവാരത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുള്ളൂ. എന്തായാലും അടുത്ത ആഴ്ചയിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങളോടെയുള്ള ഒരു വ്യാപാരമാണ് വിപണിയിൽ പ്രതീക്ഷിക്കുന്നത്.